തൃശൂർ ചിൽഡ്രൻസ് ഹോമിൽ കുട്ടിയെ തലക്കടിച്ചു കൊലപ്പെടുത്തി. യുപിയിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ താമസമാക്കിയ 16 വയസ്സുള്ള അങ്കിത്താണ് കൊല്ലപ്പെട്ടത്. രാമവർമ്മപുരത്തെ ചിൽഡ്രൻസ് ഹോമിൽ ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായത്. അങ്കിത്തിനെ ചിൽഡ്രൻസ് ഹോമിലെ തന്നെ അന്തേവാസിയായ 17-കാരൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ രാത്രി ഇരുവരും തമ്മിൽ തർക്കം നടന്നിരുന്നതായും പറയുന്നു. തുടർന്ന് ഇന്ന് രാവിലെ വീണ്ടും തർക്കമുണ്ടാവുകയും 16-കാരനായ അങ്കിത്തിന്റെ തലയ്ക്ക് അടിക്കുകയുമായിരുന്നു. 12 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ കുറ്റകൃത്യം ചെയ്യാൻ ലീഗലി സാധിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആ കുട്ടികൾക്ക് തന്നെയാണ്. ജുവനൈൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഉത്തരവാദിത്തം ആ കുട്ടികൾക്ക് തന്നെയാണ്. അഫ്കോഴ്സ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പറയുന്ന ആ മാനദണ്ഡങ്ങൾ പാലിച്ച് അതിൻ്റെ ശിക്ഷാ നടപടികൾ അതനുസരിച്ച് ഉണ്ടാവും എന്നല്ലാതെ ഈ കുട്ടികളിൽ നിന്ന് ഈ കെയർടേക്കറിൻ്റെ തലയിലേക്ക് ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് ലീഗലി നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. ലീഗലി നമുക്ക് ഈ കുട്ടീൻ്റെ ഉത്തരവാദിത്തം എന്താണെന്ന് അതിൻ്റെ തെളിവും ശേഖരണവും നമുക്ക് കൊണ്ടുവരും. ഗുരുതര പരിക്കേറ്റ അങ്കിത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർടേക്കർമാർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മരണപ്പെട്ട കുട്ടി ആക്ച്വലി യുപിയിൽ നിന്നാണ് ഇവിടെ കേരളത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയുള്ള ഇരിങ്ങാലക്കുട ഹോമിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2023 ഈ കുട്ടീനെ ഇങ്ങോട്ട് മാറ്റിയത്. കുട്ടികൾ ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നതും ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നു. കെയർടേക്കർമാർ 2 പേര് ഈ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അന്വേഷണത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം വന്നതിന് ശേഷം അവർക്കെതിരെ നടപടി വേണമെന്നുള്ളത് അതിൽ തീരുമാനിക്കും. 2023 മുതൽ തൃശൂർ ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസിയാണ് അങ്കിത്. കൊല നടത്തിയ 15-കാരൻ 1 മാസം മുൻപാണ് ചിൽഡ്രൻസ് ഹോമിൽ എത്തിയത്. ജനം, തൃശൂർ.